ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാലിന്റെ സോഴ്സ് കോഡ് ഫ്രാൻസ് ഇന്ത്യക്ക് നൽകുമെന്ന് നേരത്തെ തന്നെ ധാരണ ഉണ്ടായിരുന്നതാണ്. ഫ്രാൻസും അക്കാര്യം സമ്മതിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ സോഴ്സ് കോഡ് തരാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഫ്രാൻസ് പറയുന്നത്. റഫാലിന്റെ സോഴ്സ് കോഡ് കിട്ടിയാൽ ഇന്ത്യക്ക് അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് പ്രധാന കാര്യം. അവിടെയാണ് ഇപ്പോൾ ഫ്രാൻസ് ചെക്ക് വച്ചിരിക്കുന്നത്. നിലവിൽ റഫാലിന്റെ സോഫ്റ്റ്വെയർ നിയന്ത്രണം കൈമാറാൻ ഫ്രാൻസ് വിസമ്മതിച്ചതോടെ $43 മില്യൺ ബൃഹത്തായ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ ഒരുങ്ങുകയാണ്. വ്യോമസേനയ്ക്കായി 114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കമാണ് ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ആയുധ ഇടപാടിലെ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റം ഇന്ത്യ ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ ഫ്രാൻസും മടിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സോഴ്സ് കോഡ് തർക്കം എന്താണെന്നാൽ ഒരു യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഡിജിറ്റൽ തലച്ചോറാണ്. അതിന്റെ സോഴ്സ് കോഡ്, അതിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. വിമാനത്തിലെ അത്യാധുനിക റഡാർ സംവിധാനമായ എയ്സ, ശത്രുക്കളുടെ സിഗ്നലുകളെ തകർക്കുന്ന സ്പെട്ര തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ കോഡുകൾ വഴിയാണ്. സോഴ്സ് കോഡ് ലഭിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളും സെൻസറുകളും ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ ഓരോ ചെറിയ മാറ്റത്തിനും ഫ്രാൻസിന്റെ അനുമതിയും സഹായവും തേടേണ്ടി വരും. അത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്വയംഭരണാധികാരത്തിന് ഒരു വെല്ലുവിളിയായി മാറുമെന്നതാണ് പ്രധാന കാര്യം. ഇന്ത്യ റഷ്യയുമായി അടുത്ത പ്രതിരോധ ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഫ്രാൻസിനെ പിന്നോട്ട് വലിക്കുന്നതും അക്കാര്യം കൊണ്ട് തന്നെയാണ്. സാങ്കേതിക വിദ്യ കൈമാറിയാൽ അത് റഷ്യൻ എഞ്ചിനീയർമാർക്ക് ചോരാൻ സാധ്യത ഉണ്ടെന്ന് ഫ്രാൻസ് ഭയപ്പെടുന്നുണ്ട്. എന്നാൽ റഷ്യ തങ്ങളുടെ അത്യാധുനിക സുഖോയ് യുദ്ധവിമാനങ്ങളുടെ സോഴ്സ് കോഡുകൾ നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഈ ചർച്ചകളിൽ ഒരു മുഖ്യ ആയുധമാക്കി മാറ്റുന്നുണ്ട്. പൂർണ്ണമായും സാങ്കേതിക വിദ്യ കൈമാറ്റമില്ലാതെ ഇത്ര വലിയ തുക മുടക്കി വിമാനങ്ങൾ വാങ്ങുന്നത് ഒരു ആവശ്യവുമില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട്. റഫാൽ കരാർ റദ്ദാക്കപ്പെട്ടാൽ അത് ഫ്രാൻസിന്റെ പ്രതിരോധ വിപണിക്ക് വലിയ തിരിച്ചടിയായി മാറും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 2 വിമാനങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ F-15EX, റഷ്യയുടെ സുഖോയ് 57 തുടങ്ങിയ മറ്റ് വിദേശ വിമാനങ്ങളെ പരിഗണിക്കാനോ ഈ നീക്കം വഴി തുറക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക വിദ്യ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്.